ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ആദ്യമേ തന്നെ ഒരു ബൗൾ വെച്ചു. ബൗളിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. വലിയ മുട്ടയാണെങ്കിൽ ഒരെണ്ണം മതി, ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളമുള്ള മൈദാപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂണോളമുള്ള ഏലക്കാപ്പൊടിയാണ്, അതും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കും. അതിനുശേഷം ഞാനിതിലേക്ക് 1/2 കപ്പോളമുള്ള കാച്ചിയതിന് ശേഷം തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്, അതൊരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് കട്ടകളില്ലാതെ അടിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം അടുപ്പിലൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള നെയ്യാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു വലിയ നേന്ത്രപ്പഴം, പഴുത്ത വലിയ നേന്ത്രപ്പഴം ഇതേപോലെ ഒന്ന് സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അത് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് തിരിച്ചു മറിച്ചു വിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നല്ല ഏത്തപ്പഴം നല്ല സോഫ്റ്റായി വരുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മളുടെ നേന്ത്രപ്പഴം നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മൂപ്പിച്ച് ഒന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് മതി. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം അതേ പാനിൽ തന്നെ ആദ്യമേ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു മുട്ടയുടെ മിക്സില്ലേ, അത് നമുക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ഇതേ രീതിയിലൊന്ന് ഇതിലേക്കൊന്ന് പറക്കി വെച്ച് കൊടുക്കുക. അടുപ്പിച്ചൊന്ന് പറക്കി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കണ്ടോ, എല്ലാം ഒന്ന് റെഡിയാക്കി കറക്റ്റ് ലെവലിലൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് നല്ല രീതിയിലൊന്ന് കുക്കായി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടോ, തുറന്ന് നോക്കുമ്പം അടിഭാഗം നല്ല രീതിയിലൊന്ന് കുക്കായി വന്നിട്ടുണ്ട്, ഇളകിയൊക്കെ ഒന്ന് വരുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടച്ചൊന്നും വെക്കണ്ട. ഇനിയിപ്പം ആ സൈഡും കൂടെ നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് ഒന്ന് കുക്കായി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇപ്പം 2 സൈഡും നല്ല രീതിയിലൊന്ന് കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മതി. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ച് വെച്ച് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാമേ. റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ റോൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതൊന്ന് സെർവ് ചെയ്തെടുക്കാം. റോൾ ചെയ്തതിന് ശേഷം ഒരു കത്തി വെച്ച് ഇതേപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു നേന്ത്രപ്പഴവും മുട്ട എല്ലാത്തിൻ്റെയും കൂടെ സ്വാദ് അടിപൊളിയാണ്. ഇത് കഴിക്കാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് തരിക. ഇതേപോലെ ഒരു പുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.